ലൂക്കോസ് 22:26 പറയുന്നു, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ശക്തി, പ്രശസ്തി, സ്ഥാനം എന്നിവയാൽ മഹത്വം അളക്കുന്ന ഒരു ലോകത്തിൽ യേശു തികച്ചും വ്യത്യസ്തമായ ഒരു നിർവചനം നൽകുന്നു. ലൂക്കോസ് 22:26 അവൻ ഈ വാക്കുകൾ പറയുമ്പോൾ അത് അന്ത്യ അത്താഴത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവന്റെ ക്രൂശീകരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കത്തിലായിരുന്നു. എന്നാൽ യേശു അവരുടെ ചിന്തയെ തലകീഴായി മാറ്റുന്നു. നിങ്ങളോ അങ്ങനെയല്ല, അദ്ദേഹം പറയുന്നു. അതാണ് ഈ സന്ദേശത്തിന്റെ കാതൽ. ലോകരാജ്യങ്ങൾ പോലെ ദൈവരാജ്യം പ്രവർത്തിക്കുന്നില്ല. ക്രിസ്തുവിന്റെ രാജ്യത്തിൽ യഥാർത്ഥ മഹത്വം എളിമയിൽ കാണപ്പെടുന്നു. യഥാർത്ഥ നേതൃത്വം ദാസത്വത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. ഏറ്റവും ഇളയവനെ പോലെ ആകുക എന്നാൽ താഴ്ന്ന പദവിയുടെ സ്ഥാനം ഏറ്റെടുക്കുക, മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുക. ഒരു നേതാവാകുക എന്നാൽ താഴ്മ ധരിക്കുക എന്നതാണ്. യേശു ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവനത് ജീവിച്ചു കാണിച്ചു. അവൻ എല്ലാവരുടെയും കർത്താവായിരുന്നിട്ടും അവൻ തന്നെ തന്നെ താഴ്ത്തി. അവൻ ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശിലേക്ക് പോയി. അതാണ് നമ്മുടെ മാതൃക. അതിനാൽ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നാം മഹത്വം അന്വേഷിക്കരുത്, സ്ഥാനത്തിനായി പരിശ്രമിക്കരുത്, വിശുദ്ധിക്കായി പരിശ്രമിക്കാം.